ഹായ് ഓൾ, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഞാൻ ഇതിനു മുമ്പ് ഒരു ഷോർട്ട് വീഡിയോ ചെയ്തിരുന്നു. ഷോപ്പിംഗ് ബ്ലോഗിൻ്റെ വെബ്സൈറ്റിൽ പോയിട്ട് വെബ്സൈറ്റിൽ സെയിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. ജനുവരി 1 തുടങ്ങി ജനുവരി 31 വരെയാണ് സെയിലുള്ളത്. അപ്പം ഞാൻ സ്റ്റാർട്ടിങ്ങിൽ തന്നെ പോയാൽ അവിടുത്തെ കളക്ഷൻസ് നമുക്ക് ഒരുവിധം ഇഷ്ടമുള്ളത് കിട്ടുള്ളൂ. ഒന്നാമത് വെബ്സൈറ്റിൽ നല്ല തിരക്കാണ്. ബില്ലിങ്ങിൻ്റെ സെക്ഷനിൽ ഒരു അരമുക്കാൽ മണിക്കൂർ നമ്മൾ വെയിറ്റ് ചെയ്യണം ബില്ലിങ്ങിൻ്റെ സെക്ഷനിൽ. അപ്പം ഞാൻ മെയിൻലി പോയത് ഡ്രസ്സസ് എടുക്കണേക്കാൾ എനിക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ട് നൈറ്റ് വെയേഴ്സ് എല്ലാം എന്നെ തീർന്നിരുന്നു. അപ്പോൾ അത് എടുക്കണമായിരുന്നു. പിന്നെ ചെപ്പൽ നോക്കണമെന്നുണ്ടായിരുന്നു. അപ്പോൾ ചെപ്പൽ നോക്കിയിട്ട് എനിക്ക് കംഫർട്ടായിട്ടുള്ളതല്ല, ഇഷ്ടപ്പെട്ടതിന് സൈസ് ഉണ്ടായിരുന്നില്ല. പിന്നെ കുറേ ചെരുപ്പുകൾ എൻ്റെ കാലിന് എന്താ പറയുക, ഓൾമോസ്റ്റ് ചെരുപ്പുകളും സൂട്ടബിൾ അല്ല. അപ്പോൾ ചെരുപ്പൊന്നും കിട്ടിയില്ല. പിന്നെ ഇന്നർ വെയർസ്, അണ്ടർവെയർ, ബ്രാ അങ്ങനെയുള്ള സെക്ഷൻ നോക്കിയിരുന്നു. പിന്നെ എൻ്റെ മോനെ അത്തൂസിന് വേണ്ടിയിട്ട് ഞാൻ നോക്കിയിരുന്നു. അങ്ങനെ കുറച്ച് കളക്ഷൻസ് അങ്ങനെ എടുക്കാൻ പോയത്. അപ്പോൾ വെസ്റ്റയിലെ സെയിൽ എന്ന് പറയുന്നത് നോർമൽ പ്രൈസിനേക്കാളും ഹാഫ് പ്രൈസാണ് സെയിലിൽ വരാം. ഇപ്പം എന്താ പറയുക, 1299 ആണെങ്കിൽ 699 അങ്ങനെയൊക്കെയാണ് ഹാഫ് പ്രൈസാണ് വരുന്നത്. ഇത് പിന്നെ ഇപ്പോൾ ജനുവരി ഒരു മിഡ് ആവുമ്പോഴേക്കും ബൈ ടു ഗെറ്റ് വൺ ഓഫർ ആവും. അത് എൻ്റെ ആവുമ്പോഴേക്കും ബൈ വൺ ഗെറ്റ് വൺ ഓഫർ ആവും. പക്ഷെ അപ്പോഴേക്കും ഓൾമോസ്റ്റ് വെസ്റ്റയിലെ സാധനങ്ങൾ തീർന്നിട്ടുണ്ടാവും, നല്ല തിരക്കും ആയിരിക്കും. അപ്പോൾ അത് കാരണം കൊണ്ട് ഞാൻ ആദ്യമേ തന്നെ കുറച്ച് അത്യാവശ്യ സാധനങ്ങൾ വാങ്ങിച്ചു വെച്ചു. ഇപ്പം ഞാൻ ഇട്ടിരിക്കുന്നതും ഞാൻ വെസ്റ്റ് സൈഡിലത്തെ നൈറ്റ് വെയർ ആണ്. ഞാൻ കോമൺലി നൈറ്റ് വെയേഴ്സ് യൂസ് ചെയ്യുന്നത് വെസ്റ്റ് സൈഡിലാണ്. ഞാനതിൽ വളരെ കംഫർട്ടാണ് കേട്ടോ. സൈസും എൻ്റെ കറക്റ്റാണ്. പിന്നെ നല്ല കുറച്ച് യൂണീക്കായിട്ടുള്ള കുറച്ച് കളക്ഷൻസും കിട്ടും. അപ്പം ഞാൻ വെസ്റ്റ് സൈഡിൽ പോയിട്ട് ഷോപ്പിങ്ങിന് വാങ്ങിച്ച സാധനങ്ങളാണ്. ഒരു വലിയ കവറുണ്ട്. കവർ കാണുമ്പോൾ കുറേ ഉണ്ടെന്ന് തോന്നും. ആക്ച്വലി അത്രയൊന്നുമില്ല, കുറച്ച് വാങ്ങിച്ചിട്ടുള്ളൂ. അതിൽ ആദ്യത്തെ ഐറ്റം എന്ന് പറയുന്നത് എന്താ പറയുക, ചെരുപ്പ്. ഞാൻ അല്ലെങ്കിൽ ചെരുപ്പ് വേറെ ഒന്നും കിട്ടിയില്ല. അപ്പോൾ ഇത് ഞാൻ യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്ന സെയിം ചെരുപ്പ് തന്നെയാണ്. ആ ചെരുപ്പ് ഞാൻ ഇട്ടിട്ട് ബ്ലാക്ക് കളറായി. അപ്പം ഞാൻ ആ സെയിം ചെരുപ്പ് തന്നെയാണ് വാങ്ങിച്ചേക്കുന്നത്. ഇതാണ്. ഇത് ഒറിജിനൽ പ്രൈസ് 399 ആണ്. ഓഫറിന് എനിക്കിത് 199 കിട്ടി. 200 റുപ്പീസ് ഉള്ളൂ. നല്ല ചെരുപ്പാണ് കേട്ടോ. ഞാൻ 6 മാസത്തിൽ കൂടുതലായി. ചെരുപ്പിനൊന്നും പറ്റിയിട്ടില്ല, പക്ഷെ കളറ് യൂസ് കൂടിയിട്ട് ഡെയിലി യൂസാണ്. അപ്പോൾ കളർ മൊത്തം ബ്ലാക്ക് ആയിപ്പോയി. അപ്പോൾ ഞാൻ സെയിം അത് തന്നെ വാങ്ങിച്ചു. ഞാൻ 39 ആണ് സൈസ്. ഞാൻ 40 എടുത്തു. 39 എനിക്ക് കറക്റ്റാണ്. അപ്പോൾ ഇത് ഒരെണ്ണം വാങ്ങിച്ചു, ഈ ഒരു ചെരുപ്പ്. പിന്നെ അത്തൂസിന് 2 ചെരുപ്പ് വാങ്ങിച്ചു. അത്തൂസ് ഇങ്ങനത്തെ ചെരുപ്പാണ് കൂടുതലിടുന്നത്. അപ്പോൾ കിഡ്സിൻ്റെ സെക്ഷനിൽ പോയപ്പോൾ ഈ ടൈപ്പ് ആകെ ഒരെണ്ണം ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ അവൻ്റെ 33 ആണ് സൈസ് വരുന്നത്. ഇതും 199 ആണ്. ഇതിന് ഒറിജിനൽ പ്രൈസ് 499 ആണ്. 199. അപ്പോൾ ഇത് നല്ല ചെറുപ്പാട്ടോ, നല്ല ഈടുണ്ട്. ഇതിൻ്റെ വേറൊരു ടൈപ്പാണ് ഇപ്പോൾ അവൻ ഇട്ടുകൊണ്ടിരിക്കുന്നത്. ഒട്ടും കേടായിട്ടില്ല, അഴുക്കാവാന്നല്ലാതെ പൊട്ടിപ്പോയി അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും വെസ്റ്റയിലെ ചെപ്പലിനില്ല, അതൊന്നും. പിന്നെ ഞാൻ വേറൊരു ചെപ്പൽ അവന് വാങ്ങിച്ചു. അതും 199 തന്നെയാണ്. ഇതാണ്. ഇതും 499 ആണ്. 199 ആണ്. ഇതിന് കുറേ കളേഴ്സ് ഉണ്ടായിരുന്നു കേട്ടോ. ഇങ്ങനത്തെ കുറേ ടൈപ്പ് ഉണ്ട്, കുറേ കളേഴ്സ്, കുറേ ടൈപ്പ്. അതാകെ ഒരു പീസ് ടൈപ്പ് ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ഞാൻ ബ്ലാക്ക് എടുത്തു. ബ്ലാക്ക് ആകുമ്പോൾ പെട്ടെന്ന് അഴുക്കാവില്ല. ഇതിൻ്റെ ക്രീം ഉണ്ടായിരുന്നു, ബ്ലൂ ഉണ്ടായിരുന്നു, വേറെ കളർ എനിക്ക് ഓർമ്മയില്ല, ഇതുണ്ടായിരുന്നു. അപ്പോൾ ഇതും ഞാൻ അവന് വേണ്ടി എടുത്തതിൽ കുറേ കാർസിൻ്റെ സ്റ്റിക്കേഴ്സ്, നമ്മുടെ ക്രോസിൽ ചെയ്യില്ലേ അതുപോലത്തെ ഇതുണ്ട്, അങ്ങനെ എടുത്തതാണ്. പിന്നെ ഞാൻ നല്ല നൈറ്റ് വെയർ എടുക്കാൻ വേണ്ടിയിട്ട് പോയതാണ്. അപ്പം നൈറ്റ് വെയർ ഞാൻ എടുത്തു. ഇത് ഷോർട്സാണ്. ഷോർട്സ് നല്ല ക്ലോത്താണ് കേട്ടോ. ഷോർട്സ് ഇതിൻ്റെ റേറ്റ് 699 ആണ്. 499 ആണ്. ഇത് ആക്ച്വലി എൻഡിലാവുമ്പോൾ 1 ഗെറ്റ് 1 കിട്ടും. പക്ഷെ എനിക്ക് സാധനം സ്റ്റോക്ക് ഇല്ലെങ്കിലോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ പോയെടുത്തതാണ്. ഇതൊരു ലാവൻഡർ ഷെയ്ഡാണ് വരുന്നത്. പിന്നെ ഇതിൻ്റെ ബനിയൻ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഭയങ്കര സോഫ്റ്റ് മെറ്റീരിയൽ ആണ്, ഇട്ടാൽ ഭയങ്കര കംഫർട്ടബിളാണ്. ഇതാണ് ബനിയൻ വരുന്നത്. കാണുന്നുണ്ടാവുമെന്ന് തോന്നുന്നു, ഞാനിത് ഇട്ട് കാണിച്ചു തരാം. ഇതാണ് ബനിയൻ വരുന്നത്. ഞാൻ ഷോർട്സും ടോപ്പും എടുത്തത്, പക്ഷെ ഞാൻ അതിലൊരു പാൻറ്റും കൂടി ഇട്ടു. ഞാൻ വീടിൻ്റെ ഉള്ളിലെ ഷോർട്സ് ഇടാറുള്ളൂ. പുറത്തേക്ക് ഇറങ്ങുമ്പോൾ ഞാൻ ഷോർട്സ് ഇട്ടിട്ടും നമ്മുടെ സൊസൈറ്റി, ഞാൻ ഒരു എന്താ പറയുക, ഈ ഏരിയ ഷോർട്സ് ഇട്ടെടുക്കുമ്പോൾ എല്ലാവരും ശ്രദ്ധിക്കുന്നതുകൊണ്ട് ഞാൻ അതിൻ്റെ തന്നെ ലാവൻഡറിന് തന്നെ സെയിം പാൻറ്റും കൂടി എടുത്തു. പുറത്തേക്ക് ഇങ്ങനെ ഇറങ്ങിയാണെങ്കിൽ പിന്നെ കംഫർട്ടാണല്ലോ ഈ വേഷം, അതുകൊണ്ടാണ് ഇതെടുത്തത് കേട്ടോ.
ഇത് ടോപ്പിന് 299 ആണ്, ഒറിജിനൽ പ്രൈസ് 599 ആണ്. പിന്നെ അതുപോലെ പാൻറ് വരുന്നത് 1299 ആണ്, 699 ആണ് പാൻറ്. പക്ഷെ ക്ലോത്ത് എന്ന് പറയുമ്പോൾ ഭയങ്കര സോഫ്റ്റ് ആണ്, ടച്ച് ചെയ്താൽ അറിയാം, നമുക്കിങ്ങനെ തൊട്ടിട്ടുണ്ടെങ്കിൽ ഭയങ്കര സോഫ്റ്റ് ആണ്. ഞാൻ ഇതിൻ്റെ കഴിഞ്ഞ ഞാൻ സെയിലിലാണ് ഓൾമോസ്റ്റ് പർച്ചേസിങ് എടുക്കുന്നത്. കഴിഞ്ഞ സെയിലിൽ ഞാൻ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അതൊരു മെറൂൺ ഷെയ്ഡൊക്കെയാണ്, അതാണ് ഞാൻ ഇപ്പം ഇട്ടുകൊണ്ടിരിക്കുന്നത്. പിന്നെ ഞാനൊരു കോഡ് സെറ്റ് പോലത്തെ നൈറ്റ് വെയർ ആണ്, പ്രിൻ്റഡ് ആണ്. ഞാനിത് കോട്ടൺ എനിക്ക് താല്പര്യം ഉണ്ടായിരുന്നില്ല, അപ്പോൾ ഇത് വിസ്കോസ് ആണ്, പ്രിൻ്റഡ്, ഒരു എന്താ പറയുക പീച്ച് കളറില്ലേ, ആ ഒരു കളറാണ് വരുന്നത്. ഇതിൻ്റെ തന്നെ ഷർട്ട് ടൈപ്പാണ് ഇത് വരുന്നത്, ഷർട്ടാണ് ഇത് വരുന്നത്. ഇത് റേറ്റ് വരുന്നത് 1699 ആണ് ഒറിജിനൽ റേറ്റ്, 999 ആണ് ഇത് കിട്ടിയത്. ഇത് എനിക്ക് ഇഷ്ടപ്പെട്ടിട്ട് വാങ്ങിച്ചതാണ്. ഇട്ട് നോക്കിയാൽ എങ്ങനെ ഉണ്ടെന്ന് അറിയില്ല. ഇതാണെങ്കിൽ റിട്ടേൺ ചെയ്യാൻ, ഓഫറിനുള്ള സാധനം റിട്ടേൺ ചെയ്യാനും പാടാണ്. അപ്പോൾ ഈ 2 നൈറ്റ് വെയർ, ഇത് കൂടാണ്ട് ഒരെണ്ണം കൂടി എടുത്തിട്ടുണ്ട്, ബേജിൻ്റെ കളറിലുള്ളതാണ്, റിബിഡിൻ്റെയാണ് കേട്ടോ. പക്ഷെ എന്ന് വെച്ചാൽ ഈ നൈറ്റ് വെയറിനും ഭയങ്കര സോഫ്റ്റാണ്. ഇതുപോലത്തെ അല്ല, ഇതെന്ന് വെച്ചാൽ കോട്ടൺ ആണ്. അപ്പോൾ ഇതുപോലല്ല, ഇതെന്ന് വെച്ചാൽ ഭയങ്കര സോഫ്റ്റ്, ഇങ്ങനെ നമ്മുടെ ശരീരത്തിൽ നിന്ന് ഒട്ടിക്കിടക്കും, അങ്ങനത്തെ ഒരു ഇതാണ്. ഇത് ബേജിൻ്റെ ടോപ്പാണ്. ഇതും അതുപോലെ തന്നെ 699 499 ആണ്. ഇതിൻ്റെ എനിക്ക് കളർ ഉണ്ട് കേട്ടോ, വേറെ 2-3 കളേഴ്സ് കഴിഞ്ഞ സെയിലിന് വാങ്ങിച്ചതുണ്ടായിരുന്നു. എനിക്ക് ഈ കളർ ഇഷ്ടമാണ്, ഇപ്പോൾ ബേജ് എനിക്ക് വളരെ ഇഷ്ടമുള്ള കളറാണ്, അത് വാങ്ങിച്ചു. പിന്നെ അതിൻ്റെ ഒരു പാൻറ് ഈ സെയിം തന്നെ 1299 699 ആണ്. ഇതൊക്കെ ഞാൻ ഇട്ട് കാണിച്ചു തരാം കേട്ടോ. ഇതാണ് ഇത്രയാണ് നൈറ്റ് ഡ്രസ്സ് എടുത്തിരുന്നത്. അപ്പം ഈ വർഷത്തേക്കുള്ള നൈറ്റ് ഡ്രസ്സ്, അതിൻ്റെ അടുത്ത സെയിൽ വരണം നൈറ്റ് ഡ്രസ്സ് എടുക്കാൻ. പിന്നെ ഞാനൊരു ഷോർട്സ്, ഞാൻ വീഡിയോയിൽ കാണിച്ചിരുന്നു, ഷോർട്സ് എനിക്ക് ഇഷ്ടപ്പെട്ടിട്ട്, ഡെനിമിൻ്റെയാണ്, നല്ല ഷോർട്സ് ആണ് ഇട്ടിട്ട്. കറക്റ്റ് 30 ആണ് എൻ്റെ സൈസ് വരുന്നത്, വേസ്റ്റ് സൈസ്. ഇത് 799 ആണ് 499 റേറ്റ് വരുന്നത്. എനിക്കിത് ഇഷ്ടപ്പെട്ടു. കുറേ നാളെ ഞാൻ ഷോർട്സ് ഡെനിമിൻ്റെ എടുക്കണം എന്ന് വിചാരിച്ചിട്ട് നടക്കുന്നത്. പിന്നെ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ തൊട ഭയങ്കര വണ്ണമുള്ള കാരണം കൊണ്ട് ഷോർട്സ് ഇടുമ്പോൾ വൃത്തികേടാവും എന്നുള്ളൊരു ഡൗട്ട് എനിക്കുണ്ട്. പിന്നെ അത്തൂസിന് ഞാനൊരു ഷർട്ടിൻ്റെ സെറ്റാണത്, എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടത്. കോട്ടൺ ലിനനാണെന്ന് തോന്നുന്നു ടച്ച് ചെയ്തിട്ട്. ഇത് റേറ്റ്, ഇത് 999 ആണ് റേറ്റ്, പക്ഷെ 499 ആണ്. ഇത് സെറ്റാണ് കേട്ടോ, ഇതിൻ്റെ ഷോർട്സും ഉണ്ട്. ഇത് വിട്ട് അടിച്ചു തരാൻ പറ്റില്ല, നല്ല സോഫ്റ്റ് ആയിട്ടുള്ള കോട്ടൺ, എനിക്ക് ഇഷ്ടപ്പെട്ടു, നല്ലതാണ്. പിന്നെ ഇനിയെന്ന് പറയുന്നത് ബ്രാ, നൈറ്റ് വെയർ ആയിരുന്നു. ഞാൻ പറഞ്ഞു ഇന്നർ വെയേഴ്സ് എടുക്കാൻ വേണ്ടിയിട്ടാണ് പോയത്. ഇനി ബ്രാഡ 2 സെറ്റ് കോംബോ ആണിത്. ഇതൊന്ന് ഈ കളറ് ഫ്ലോറൽ പ്രിൻ്റ്, പിന്നെന്ന് പറയുന്നത് ഈ ഓഫ് വൈറ്റിലാണ് വരുന്നത്. ഇതിൻ്റെ സൈസ് 34D ആണ് വരുന്നത്. ഈ 2 ബ്രാഡ റേറ്റ് എന്ന് പറയുന്നത് 1399 ആണ്. ഞാൻ 699 ആണ് ഓഫർ വന്നേക്കുന്നത്. നല്ല സോഫ്റ്റ് പാഡഡ് ആണ്, ഹെവി പാഡഡ് അല്ല, സോഫ്റ്റ് പാഡഡ് ആണ്. നല്ല എന്താ പറയുക, നല്ല ടീഷർട്ട് ബ്രാ പോലത്തതാണ്, നല്ലതാണ്. ഇത് ഞാനൊന്നും എഴുതിയിട്ടില്ല ഡിസ്ക്രിപ്ഷൻ. അപ്പം ഇത് 2 ബ്രാ ഒരുമിച്ചുള്ളത് റേറ്റ് കണ്ടപ്പോൾ ഞാൻ വാങ്ങിച്ചു. എൻ്റെ ബ്രാ ഓൾമോസ്റ്റ് നമ്മൾ പുറത്ത് പോകുമ്പോൾ ഞാനെല്ലാം സോഫ്റ്റ് പാഡഡ് ബ്രായാണ്, ലൈറ്റ് വെയ്റ്റിൻ്റെ പാഡഡ് ബ്രായാണ് യൂസ് ചെയ്യുന്നത്. അതിപ്പോൾ വാഷ് ചെയ്ത് ആകെ കൂടി ചീത്തായി. അപ്പം ഞാൻ ബ്രാസ് വാങ്ങാമെന്ന് വിചാരിച്ചിട്ടാണ്. പിന്നെ ഞാൻ വാങ്ങിച്ചിട്ടുണ്ട് കേട്ടോ, ബ്രായുടെ ഒരു സെക്ഷൻ തന്നെ ഉണ്ടെന്ന് പറയാം. ഞാൻ പറഞ്ഞില്ലേ ഇന്നർ വെയേഴ്സ് എടുക്കണം എന്നുള്ളൊരു ഒരൊറ്റ ഇതുകൊണ്ടാണ് ഞാനത് പോയത്. അപ്പം പിന്നെ ഞാൻ ഇതൊരു എന്താ പറയുക, വയലറ്റ് കളറിലുള്ള, വയലറ്റ് എന്ന് പറയാൻ പറ്റില്ലല്ലോ, ലാവണ്ടർ, ഈ ഒരു വൈൻ കളറ് ഇതെടുത്ത്. ഇതും അതേ സോഫ്റ്റ് പാഡഡ് ആണ്, നല്ല ബ്രായാണ്, നല്ല എനിക്ക് ഇഷ്ടപ്പെട്ടു. ഇതിൻ്റെ റേറ്റ് 799 ആണ്, 499 ലാർജ് ആണ് കേട്ടോ ഞാൻ സൈസ് എടുത്തത്. മീഡിയം ഒക്കെ മതിയാവായിരിക്കും, ഞാൻ പക്ഷെ ലാർജ് എടുത്തു. ബ്രായ അതിനോട് കുറച്ച് കംഫർട്ടബിൾ, നല്ല രസം. താഴത്തൊരു സാറ്റിൻ്റെ ഒക്കെ ഒരു ലേസ് പോലത്തെ, ലേസ് അല്ല സാറ്റിൻ്റെ ഒരു ഇതുപോലെ കുറച്ച് ഗ്ലേസി ആയിട്ടാണ്, ലേസ് ടൈപ്പാണത്, നല്ല രസമുണ്ട്. ബാക്കിലും
ലേസാണ് വരുന്നത്. ഇതൊരെണ്ണം എടുത്തു. പിന്നെ ഒരെണ്ണം റിബിഡിൻ്റെയാണ് കേട്ടോ, ഒരു ബേജ് തന്നെ, ഡാർക്ക് ബേജ് ആയിട്ട്. ഇതും ലാർജ് ആണ് എടുത്തത്. ഇതും ആ റേറ്റ് തന്നെ, 699 499 ആയിട്ടുള്ളത്. ഇതും ക്ലീവേജ് വെച്ച് ഇറങ്ങിയിട്ടുള്ളൊരു ബ്രായാണ്. ഇതും എനിക്ക് ഇഷ്ടപ്പെട്ടു. പിന്നെ ഞാൻ വീണ്ടും ബ്രാ എടുത്തു. ഇതെന്ന് പറയുന്നത് ഒരു പൗഡർ ബ്ലൂ ഇല്ലേ, അതിൻ്റെ ഒരു ഷെയ്ഡാണ്. ലൈറ്റ് പാഡഡ് ആണ്, പക്ഷെ നല്ല സോഫ്റ്റ് ആണ് കേട്ടോ. ഇതും അത് ഇത് 1399 699 ആണ്. നല്ല ലേസ് ഒക്കെ, നല്ല നല്ല രസമുണ്ട് ഇത്. പിന്നെ ഹെഗെയിൻ ഒരു ബ്രായാണ്. ഇത് ഇന്ന് ഞാൻ എടുത്തതെന്ന് എനിക്കറിയില്ല. ഇത് പാഡഡാന്ന് പറയാൻ പറ്റില്ല, ഭയങ്കര എന്താ പറയുക, പാഡ് ഉണ്ടെന്ന് പറയാൻ പറ്റില്ല. പക്ഷെ ഇട്ടുകഴിഞ്ഞാൽ എനിക്കറിയില്ല നിപ്പിൾ പോയിന്റ് കാണുമെന്നുള്ളത്. പക്ഷെ ഞാനത് എടുത്തു. ഇതും 199 എങ്ങാണ്ടുള്ളൂ, 199 ഉള്ളൂ. അതുകൊണ്ട് ഞാൻ എടുത്തതാണ്. അപ്പോൾ ഇതൊരെണ്ണം എടുത്തിട്ടുണ്ട്, ബ്രാ തന്നെ കൂടുതലും, വേറെ ഒന്നുമില്ല. ഇനി ഒരു ബ്രായും കൂടി ഉണ്ട് കേട്ടോ, അത് പറഞ്ഞു. ഇത് നമ്മുടെ സ്പോർട്സ് ബ്രാ പോലത്തെ ബ്രായാണ്, ക്രീമിലുള്ളത്. കാണാൻ പറ്റുമെന്ന് തോന്നുന്നുണ്ട്. പാഡ് വെച്ചിട്ടുണ്ട്. പാഡ് റിമൂവബിൾ ആണ് നമുക്ക് കേട്ടോ, റിമൂവ് ചെയ്യാൻ പറ്റും. ഇത് റേറ്റ് വരുന്നത് 199 399 199. ഇതിൻ്റെ എന്തെല്ലാം ഈ ടൈപ്പ് എൻ്റെ H&Mൻ്റെ ഉണ്ടായിരുന്നു. പക്ഷേ എൻ്റെ സൈസ് ചേഞ്ച് ആയി. അപ്പോൾ പിന്നെ ഇതെനിക്കിത് പറ്റാതെയായി. അപ്പോൾ ആ ഒരു ടൈപ്പ് തന്നെ എടുത്തതാണ്. നമ്മളിപ്പോൾ എന്താ പറയുക, പ്ലെയിൻ വൈറ്റ് ടോപ്പൊക്കെ ഇടുമ്പോൾ താഴത്ത് നല്ലൊരു ബ്രാ ഇട്ടാൽ അത് ശരിയാവുള്ളൂ. അങ്ങനെ ബ്രാ ഇത് ചെയ്തു. ഇനി ഞാൻ കുറച്ച് അണ്ടർ ഗാർമെൻറ്റ്സ് എടുത്തിട്ടാ. അവിടുത്തെ അണ്ടർ ഗാർമെൻറ്റ്സ് ലേസ് എനിക്ക് ഭയങ്കര ഇഷ്ടം കേട്ടോ. അപ്പം ഇതാണ് ഈ ടൈപ്പ്. എൻ്റെ സൈസ് ഇത് ലാർജാണ്. റേറ്റ് 299 199 ആണ്. ഇതൊരു കളർ എടുത്ത്. പിന്നെ ഇതൊരു മെറൂൺ ഷെയ്ഡാണ്. പിന്നെ ഇതെന്ന് പറയുന്നത് ഏതൊരു ചോക്ലേറ്റിൻ്റെ ഷെയ്ഡാണ്. അങ്ങനെ ഒരു 3 ഷെയ്ഡ് അണ്ടർവെയർ എടുത്തു. ഓൾറെഡി ഞാൻ H&Mൻ്റെ ഓഫർ വന്നപ്പോൾ ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നു അണ്ടർ ഗാർമെൻറ്റ്സ്. സാധാരണ പിന്നെ ഞാൻ അധികം കൊടുക്കാൻ നിന്നില്ല. പിന്നെ ഇത് വേസ്റ്റ് ടോപ്പാണ്, മീഡിയം സൈസാണ്. ഭയങ്കര സോഫ്റ്റ് ഇത് തൊടുമ്പോൾ. അപ്പം ഞാൻ ഇതെടുത്തതാണ്. ഭയങ്കര സോഫ്റ്റ് എന്ന് വെച്ചാൽ ഭയങ്കര സോഫ്റ്റ്. ഇത് 299 ആണ്. 499 299. ഇത് ആക്ച്വലി എന്തിനെടുത്തേന്ന് പോലും എനിക്കറിയില്ല. എവിടെയെങ്കിലും പുറത്തൊക്കെ പോകുമ്പോൾ ഇടാലോ, സ്ലീവ്ലെസ് ഇടുമ്പോൾ. കാരണം ഇവിടെ ഒന്നും ഇട്ടുകൊണ്ട് നടക്കാൻ പറ്റില്ല. എനിക്ക് ഇഷ്ടപ്പെട്ടു, ഞാനപ്പോൾ അതെടുത്തു. എനിക്ക് തുണി നമ്മളെ വെൽവെറ്റിൻ്റെ തുണിയില്ലേ, ആ ഒരു ഷെയ്ഡാണ്. നല്ല സോഫ്റ്റിന് റബ്ബ് ചെയ്യുമ്പോൾ നല്ല സോഫ്റ്റ്. അയ്യോ അങ്ങനെ. അപ്പം ഇത് എടുത്തു. എനിക്കിഷ്ടപ്പെട്ടു. ഇതിന് വേറെ ഒന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ ഞാൻ നെയിൽ പോളിഷ്, മേക്കപ്പ് ഐറ്റംസ് ആയിരുന്നു വാങ്ങിച്ചില്ല, നെയിൽ പോളിഷ് വാങ്ങിച്ചു. ഇത് 49 ആണ് ഇതിൻ്റെ റേറ്റ്, പ്രൈസ് റേറ്റ്, സെയിൽ റേറ്റ് വരുന്നത്. ഇതിന് ഒറിജിനൽ റേറ്റ് എനിക്കറിയില്ല എത്രയാണെന്നുള്ളത്. ഇതൊരു ഷെയ്ഡാണ്. ഷെയ്ഡ് കാണുന്നുണ്ടോ എന്ന് പറഞ്ഞോട്, ഒരു പിങ്ക് ഷെയ്ഡ്, ഞാൻ ഇട്ടിട്ടില്ല. പിന്നെ ഇതൊരു വേറൊരു ഷെയ്ഡ്. ഇനി പിന്നെ ഒരു ഷെയ്ഡും കൂടി എടുത്ത് ഞാൻ. എനിക്ക് കാണാൻ പറ്റുമോ അറിയില്ല, ഇവിടെ നിന്ന് ലൈറ്റിങ് ഭയങ്കരമായിട്ട് വരുന്നുണ്ട്. പിന്നെ ഈ ഒരു ഷെയ്ഡ്. ഇങ്ങനെ 4 ഷെയ്ഡ് ഞാൻ എടുത്തിട്ടുണ്ട്. അങ്ങനെ 4 നെയിൽ പോളിഷ്. എനിക്ക് കുറച്ചും കൂടി എടുക്കണം എന്നുണ്ടായിരുന്നു. ഞാൻ ബില്ലടിക്കാൻ പോയപ്പോഴാണ് ആ സെക്ഷനിൽ വേറെ ഇരിക്കുന്നത് കണ്ടത്. പിന്നെ ബില്ല് ഞാൻ പറഞ്ഞില്ല, ബില്ലടിക്കാൻ തന്നെ ഒരു അരമണിക്കൂർ ക്യൂ നിൽക്കണം. അപ്പം ഇനി വേറെ എടുക്കണമെന്ന് വെച്ചിട്ട് ഈ 4 എടുത്തോളൂ. പിന്നെ ഞാൻ എടുത്തത്, ഞാൻ ആക്ച്വലി എനിക്ക് ഹെയർ എന്താ പറയുക, ഹെയർ ബാൻഡ് അങ്ങനത്തെ ടൈപ്പുള്ള ആക്സസറീസ് വാങ്ങാൻ വേണ്ടിയിട്ടാണ് ഞാൻ ആഗ്രഹം ഉണ്ടായിരുന്നത്. പക്ഷെ അവിടെ ഒന്നും ഉണ്ടായിരുന്നില്ല. ആകെ ഉണ്ടായ ഒരു സാധനമാണ് ഇത് 49 റുപ്പീസാണ് ഓഫർ. ഇത് ആക്ച്വലി 149 ആണ്. ഇതൊരു കണ്ടിട്ട് എനിക്ക് കുഴപ്പം തോന്നിയില്ല. ഇങ്ങനെയൊക്കെ ആയിട്ടുള്ള 49 റുപ്പീസ് അല്ലേ ഉള്ളൂ എന്ന് വിചാരിച്ചിട്ട് 2 എണ്ണം ഉണ്ട്. അപ്പോൾ ഇതെടുത്ത് ഞാൻ കുറച്ചും കൂടി പ്രതീക്ഷിച്ചു, കുറച്ചും കൂടി വാങ്ങണം എന്ന് വിചാരിച്ചതാണ്. പക്ഷെ അവിടെ ഉണ്ടായിരുന്നില്ല. ഇനി സ്റ്റോക്ക് തീർന്നതാണോ ഇല്ലാത്തതാണോ എന്നൊന്നും എനിക്കറിയില്ല. ഇനി എന്തായാലും ജനുവരി 31 വരെ ഉണ്ടല്ലോ. അപ്പോൾ വേറെ ഏതെങ്കിലും വെസ്റ്റ് സൈഡിൻ്റെ ഷോറൂമിൽ പോകും ഇത് വാങ്ങാമെന്ന് വിചാരിച്ചു.
എൻ്റെ ബാക്കിലൊക്കെ മെസ്സായിട്ടിരിക്കുകയാണ് കേട്ടോ. ആക്ച്വലി എൻ്റെ ഒരു അലമാരി ഉള്ളൂ. അപ്പോൾ ബാക്കിൽ എന്ന് പറയുന്നത് ഞാൻ ഓരോ ആമസോണിൽ നിന്ന് വാങ്ങിച്ച കവറിൽ ഡ്രസ്സ് ഇങ്ങനെ ഇതാക്കി വെച്ചേക്ക്. ആക്ച്വലി എൻ്റെ ഒരു അലമാരിക്കുള്ള ഡ്രസ്സ് എനിക്ക് ഉണ്ടായിരുന്നുള്ളൂ. പക്ഷേ ഷോപ്പ് തുടങ്ങിയ പിന്നെ ഫോട്ടോഷൂട്ട് പിന്നെ ടൈം കിട്ടുന്ന നേരത്തെ എനിക്ക് അടിച്ചടിച്ച് തുണി കൂടി. ഇപ്പം ഇട്ടുണ്ട് പോകാനായിട്ട് സ്ഥലമില്ലാത്തൊരവസ്ഥയാണ്. അപ്പം അങ്ങനെ ഇത്രയാണ് എൻ്റെ വെസ്റ്റ് സൈഡിൽ നിന്ന് ഞാൻ വാങ്ങിച്ചിട്ടുള്ള എൻ്റെ കളക്ഷൻസ്. പിന്നെ ഞാൻ ഇത് കൂടാണ്ട് H&Mലെ സെയിൽ നടക്കുന്നുണ്ട്. അപ്പോൾ H&Mൻ്റെ സെയിലിൽ നിന്ന് ഞാൻ ഒരു സാധനം വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. ഹാൻഡ് ബാഗാണ്. ഹാൻഡ് ബാഗ് എല്ലാം ഉണ്ടായ ഹാൻഡ് ബാഗ് മൊത്തം എന്താ പറയുക ഉമ്മ അടിച്ചു മാറ്റിക്കൊണ്ട് പോയി. അപ്പം ഞാനൊരു ഹാൻഡ് ബാഗ് ഞാനിത് ഗ്ലാമികങ്ങളുടെ കയ്യിൽ കണ്ടിട്ടുണ്ട്. ഈ ഒരു ഗ്ലേസിങ് ഉള്ളതല്ല, ഒരു ബ്ലാക്ക് ഉണ്ട്. അപ്പം ഞാൻ പിന്നെ ഇതിലാണ് എമിലി ഇൻ പാരീസിലല്ലേ ഫസ്റ്റത്തെ സീസണിലെങ്ങാണ്ട് ഇങ്ങനത്തെ ഒരു ടൈപ്പ് ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു. അത് എനിക്ക് തോന്നുന്നു ഒരു റെഡ് കളറെ കണ്ടെന്ന് തോന്നുന്നു. ഇങ്ങനെ അവരൊരു തെരുവോര പ്രദേശങ്ങളിൽ ഫുഡ് കഴിക്കാൻ വേണ്ടി പോയി അങ്ങനെ എന്തിനു പോയപ്പോൾ ഇങ്ങനത്തെ ഒരു ടൈപ്പ് ഇട്ടിരുന്നത്. അപ്പോൾ ഞാൻ വിചാരിച്ചിരുന്നു ഇങ്ങനത്തെ വാങ്ങണമെന്ന്. അപ്പോൾ ഇത് ഓഫറിന് എനിക്കിത് 700 സംതിങ് എങ്ങാണ്ടാണ് കിട്ടിയത്. ഇത് ആക്ച്വലി 1000 സംതിങ് എങ്ങാണ്ടാണ് വരുന്നത്. ഓഫറിന് 700 സംതിങ്. ഞാനിതിൻ്റെ ലിങ്ക് ഇടാട്ടെ, ഇപ്പോഴും ഉണ്ട് ഇതിൻ്റെ ഓഫർ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ഇത്രയും സാധനങ്ങളാണ് സെയിൽ എന്നൊരു ഇതിൽ ഞാൻ വാങ്ങിച്ചിരിക്കുന്നത്. അപ്പോൾ ഓക്കെ, എന്തായാലും ഞാനിതെല്ലാം ഇട്ട് കാണിച്ച് തരാം.